ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളിലൂടെയായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, പരലോകത്ത് മറുപടി പറയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ദുനിയാവിൽ ഒരുപാട് സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളുമായി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ചില ചരിത്രകാരന്മാരും കവികളും പറയുന്നത് പോലെ ഈ ദുനിയാവിലല്ല പേമാരികളും കൊടുങ്കാറ്റുകളും സംഭവിക്കുന്നത്, മറിച്ച് ഓരോരുത്തരുടെ കൽബിലും ഹൃദയത്തിലും ഒരുപാട് പേമാരികളുണ്ട്, ഒരുപാട് കൊടുങ്കാറ്റുകളുണ്ട്. അത്രയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും പിന്നാലെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതും. അതിനിടക്ക് നമ്മൾ മറന്നുപോകുന്ന വലിയൊരു സത്യം, നമ്മുടെയൊക്കെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന തലനനച്ച ഒരുപാട് പ്രായമുള്ള ആളുകളുടെ അത്ര നമ്മളൊക്കെ എത്തും എന്നുള്ളതിന് യാതൊരു ഉറപ്പോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് പറയാനോ സാധ്യമല്ലാത്ത ഉറപ്പില്ലായ്മ. അത്രയേറെ പേരറിയാത്ത അസുഖങ്ങൾ ഉണ്ടാകുന്നു, ചികിത്സയില്ലാത്ത സൂക്കേടുകൾ ഉണ്ടാകുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ നരബാധിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്തുള്ള ആരോഗ്യമോ ധൈര്യമോ ഇന്ന് പലർക്കും ഇല്ല. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചില വാപ്പാര് പറയാറുണ്ട്,
10 മക്കളെ ഉണ്ടാക്കുന്ന ആ കാലത്ത് മക്കളെ എങ്ങനെ പോറ്റും എന്നെനിക്കൊരാശങ്കയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾ നോക്കാൻ പടച്ചോൻ കഴിവ് തന്നു. 10 ആളെയും ഞാൻ പഠിപ്പിച്ചു, 10 പേരെയും ഞാൻ നല്ല നിലക്കാക്കി. പക്ഷെ ഇന്നൊരു 2 or 3 മക്കൾ ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ആശങ്ക തുടങ്ങി. ഇനി മക്കൾ വേണോ, നോക്കാനാവോ, അവർക്ക് ചെലവിന് കൊടുക്കാനുണ്ടാവോ? മറ്റൊരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 5ഉം 6ഉം പെൺമക്കളുടെ പ്രസവം ഒറ്റക്ക് വീട്ടിൽ നോക്കി പരിപാലിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തൊരു ഉമ്മക്ക് ഇന്ന് സ്വന്തം വീട്ടിലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതേ ഉമ്മാന്റെ മകൾക്ക് ഒരു കുഞ്ഞിന്റെ പ്രസവം എടുക്കാനും ആ പെൺകുട്ടിയെ സഹായിക്കാനും പറ്റുന്നില്ല. ഒരു ധൈര്യക്കുറവ്. പലരും പറയാറില്ലേ, പണ്ടുകാലത്തുള്ള ധൈര്യവും ആ കാലത്തുള്ള ഒരു ആവേശമൊന്നും ഇന്നില്ല. എല്ലാ കാര്യത്തിലും ഒരു പേടി. ഒന്ന് മുറ്റത്തൂടെ നടക്കാൻ പോലും പേടിയാ പലർക്ക്. ചെരുപ്പില്ലാത്ത കാലത്ത് പാറക്കെട്ടുകൾ കയറിയിറങ്ങി വയലുകളിലൂടെയും ചെളികളിലൂടെയും ഒക്കെ കുടുംബം പോറ്റിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവനവന്റെ മുറ്റത്തുള്ള ഇന്റർലോക്കിന്റെ മുകളിലൂടെ ഒന്ന് സ്പീഡിൽ നടക്കാൻ പോലുമുള്ള പേടി നമ്മളിൽ പലരെയും ഇന്ന് പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ ഇവിടെ സത്യമായി പലരുന്നതും. ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അഅ്മാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ജനങ്ങളുടെ പ്രായം മാ ബൈന 60 ഇലാ 70, 60ന്റെയും 70ന്റെയും ഇടയിലായിരിക്കും. ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും റബ്ബ് കൊടുത്തത് 63 കൊല്ലമാണ്. 60ന്റെയും 70ന്റെയും ഇടയിലായിരിക്കും എന്റെ ഉമ്മത്തിന്റെ പ്രായം. വഅഖല്ലുഹും മൻ യജൂസു ദാലിക, അവരിൽ തന്നെ അതിലേക്ക് എത്തുന്നവർ, സാധിക്കുന്നവർ വളരെ കുറവായിരിക്കും. അതിനർത്ഥം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ച റബ്ബ് നിശ്ചയിച്ചു തരുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലായിരിക്കും. ആദ്യത്തെ 10-25 കൊല്ലം കൗമാരമായിട്ടും യൗവനമായിട്ടും തീരും. 50 വയസ്സിന് ശേഷം പിന്നീട് വാർദ്ധക്യത്തിന്റെ വേദനകളും പ്രയാസങ്ങളുമായിട്ട് തീരും. അതിൻ്റെ ഇടയിലുള്ള കാലത്താ എല്ലാ അഹങ്കാരവും, അതിൻ്റെ ഇടയിലുള്ള കാലത്താ ഈ തമ്മിത്തല്ലും മത്സരവും, അതിൻ്റെ ഇടയിലുള്ള ലോകത്താ നമ്മളുടെ ഈ വാശിയും ഊറും. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് കിട്ടുന്ന പ്രായം അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ റബ്ബിന്റെ മുൻപിൽ വിട്ടുകടക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരാളുടെയും കദമ്, മടമ്പ് അനക്കാൻ പോലും പടച്ച റബ്ബ് അവസരം നൽകുകയില്ല. ഹത്താ യുസ്അല, അവനോട് ചില ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കും. അതിലൊന്നാമത്തെ ചോദ്യം അൻ ഉംരിഹി, അവന്റെ പ്രായത്തെ തൊട്ടായിരിക്കും. ഫീമ അഫ്നാഹു, അവന് കിട്ടിയ കാലം അവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു, എവിടെയൊക്കെ അവൻ അത് നഷ്ടപ്പെടുത്തി എന്നവന്റെ ആയുസ്സിനെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. ആയുസ് കുറയുന്നത് ഇന്ന് നമ്മളിൽ പലരും അറിയുന്നില്ല. ഒരു 5 കൊല്ലം മുൻപുള്ള ഒരു കല്യാണ ഫോട്ടോയിൽ നമ്മളെ ഫോട്ടോ കാണുമ്പോഴാ നമുക്കൊക്കെ പ്രായം കൂടിയിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മളെ മനസ്സ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിലുള്ള രൂപവ്യത്യാസവും ഇന്നുള്ള രൂപവ്യത്യാസവും അത്രത്തോളം നമ്മളെ അശ്രദ്ധമാക്കുന്നുണ്ടെങ്കിൽ, ആയുസ് കുറയുന്ന, ആയുസ് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകുമ്പോ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്താ നമ്മൾ നേടിയത്? ഈ ലോകത്തിട്ടേച്ച് പോകുന്ന സ്വത്തിന്റെ വലുപ്പമേ ഉള്ളൂ പലർക്കും. ഈ ലോകത്തുള്ള പവറും പത്രാസും പേരും പെരുമയും മാത്രമേ ഉള്ളൂ ചിലർക്ക്. അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലുമ്പോ എന്തിനു വേണ്ടി നീ ദുനിയാവ് ചെലവാക്കി, നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവാക്കി എന്ന് ചോദിക്കുമ്പോ പലർക്കും പറയാനുള്ള മറുപടി, ഭൂരിഭാഗം ആളുകളും പറയുന്ന മറുപടി ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും. പടച്ചോനെ, പഠിച്ചു, ജോലി വാങ്ങി, മക്കളുണ്ടാക്കി, പെണ്ണ് കെട്ടി, കെട്ടിച്ചു, വലിയ വീടുണ്ടാക്കി, വാഹനം വാങ്ങി, അത്യാവശ്യം തരക്കേടില്ലാതെ ജീവിച്ചു. ഇതൊക്കെ ദുനിയാവിലെ വിഷയങ്ങളാ. ആ ദുനിയാവിലെ വിഷയത്തിൽ നിന്ന് നിനക്ക് അല്ലാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ, നിനക്ക് മാത്രം ഉപയോഗപ്പെടുത്താൻ നിന്റെ ആയുസ്സിൽ നിനക്ക് എത്ര സമയം ചെലവാക്കാൻ പറ്റി, എത്ര നിമിഷം നീ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്
ഇന്ന് ചില ആളുകളൊക്കെ പറയാറില്ലേ, എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോ ഒരല്പം വയസ്സുകൂടിയ ആൾക്കാർ പറയും, കഴിഞ്ഞ മാസത്തേക്ക് 70 കഴിഞ്ഞു. ഇതൊക്കെ തന്നെയല്ലേ വലിയ കിട്ടല്? ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴത്തെ കാലത്ത് വലിയ കിട്ടല്? ആയുസ് കൂടലും പ്രായം ഒരുപാട് കിട്ടലും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് മരണം തൊണ്ടയിലെത്തുന്ന അന്നേ നമ്മൾ അറിയൂ. അല്ലാതെ തലനരച്ച് 19 വയസ്സുള്ളവനെ നോക്കി ഭാഗ്യവാൻ, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു 90 വയസ്സ് കിട്ടാന്ന് പറഞ്ഞ വലിയ കിട്ടലാട്ടോ എന്ന് നമുക്ക് പറയാം. പക്ഷേ വയസ്സ് കൂടലല്ല പുണ്യമെന്നും, മറിച്ച് പ്രായം കിട്ടുന്നവരിൽ ആരാണ് ഏറ്റവും നല്ലവരെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഖൈറുന്നാസി, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ മൻ ത്വാല ഉംറുഹു, ഒരുപാട് വയസ്സവന് കിട്ടി. മൻ ത്വാല, ദീർഘകാലം അവന് കിട്ടി. ഉംറുഹു, അവന്റെ പ്രായം. വഹസുന അമലുഹു, ആ വയസ്സിനനുസരിച്ച് അവൻ നന്മകളും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രായം കുറെ കിട്ടിയത് മാത്രമല്ല ഗുണം, ആ പ്രായത്തിനനുസരിച്ച് നല്ല കാര്യങ്ങൾക്കും അവൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. വശറുന്നാസി, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട മാനം കെട്ടവൻ ആരെന്നറിയണോ? മൻ ത്വാല ഉംറുഹു, വയസ്സ് കുറെ കിട്ടിയിട്ടുണ്ട്. വസാ അമലുഹു, അമലുകൾക്ക് വലിയ പിശുക്കത്തരുവായിരുന്നു. പ്രായം ഇങ്ങനെ കിട്ടുന്നുണ്ട്, കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ചെല്ലുന്നുണ്ട്, എല്ലാ നാട്ടുവർത്താനത്തിലുണ്ട്, എല്ലാ രാഷ്ട്രീയത്തിലും ഇടപെടുന്നുണ്ട്. അമൽ അള്ളാന്റെ അടുത്തേക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോ കുറെ നേരം വാർത്ത കാണാൻ ടിവിന്റെ മുമ്പിൽ ഇരുന്നതും കുറെ നാട്ടിന്റെ ഇടയിൽ സംസാരിച്ചോണ്ടിരുന്നതും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി പിടിച്ചതും അല്ലാതെ അവനവന്റെ പ്രായത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോ വളരെ തുച്ഛമായ അമലുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ് പ്രായം കൂടുതൽ കിട്ടിയവരിൽ ഏറ്റവും ഭാഗ്യഹീനരായ ആളുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹ് ആയുസ് നീട്ടിത്തരുമ്പോ അതെന്റെ ദുനിയാവ് മാത്രം ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കാൻ പാടില്ല. ഈ ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ എനിക്കൊറ്റക്ക് കിടക്കേണ്ട കബറും എന്റെ കൽവിലുണ്ടാവണം. ഒരാൾക്കും ഭൂലോകത്തു നിന്നൊന്നും കബറിലേക്ക് ഇട്ടുതരാൻ പറ്റാത്ത 6 അടി മണ്ണ്, ആ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ കിടക്കുന്ന അന്ന് എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഞാൻ തന്നെ അധ്വാനിച്ചു തുടങ്ങണമെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് അൻ ഉംരിഹി, അവന്റെ പ്രായം അള്ള ചോദിക്കുമ്പോ അവന് ഭംഗിയായിട്ട് തിരിച്ചുത്തരം പറയാൻ സാധിക്കുക. രണ്ടാമത്തെ ചോദ്യം വ അൻ ശബാബിഹി, അവന്റെ യൗവനത്തെ പറ്റി അള്ളാഹു ചോദിക്കും. ഫീമാ അബലാഹു, നീ അതെന്തിനു വേണ്ടിയാ ക്ഷയിപ്പിച്ചതെന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പല യുവാക്കളും മനസ്സിലാക്കാത്തൊരു സത്യമാണത്. യൗവനം വലിയൊരു അനുഗ്രഹമാ, ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലം. ഈ കാണുന്ന പവറും പത്രാസും തണ്ടും തടിയും ബലവും നഷ്ടപ്പെടുന്നത് നമ്മൾ പോലും അറിയുന്നുണ്ടാവുന്നില്ല. ഓരോരുത്തരും സ്വയം നശിക്കുന്നു, മറ്റു ചിലർ അറിവില്ലായ്മ കൊണ്ട് നശിപ്പിക്കുന്നു. ഓരോ യൗവനങ്ങളും ഓരോ നാടിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷകളാണ്. അതൊരിക്കലും വില കുറഞ്ഞ കാര്യങ്ങളിൽ ഒരു യുവാക്കളും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചില കല്യാണ വീടുകളിലൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി 4-5 ആളുകളുടെ നോട്ടം കിട്ടാനും അവരുടെ ഒരു ഇംപ്രസ് കിട്ടാനും വേണ്ടി വേഷം കെട്ടിത്തുള്ളുന്ന യുവാക്കളുണ്ട്. കോപ്രായങ്ങൾ കാണിക്കുന്നവര് അവനാന്റെ നിലവാരം തുച്ഛമായ ലൈക്കിനും ഷെയറിനും വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നോട്ടത്തിന് വേണ്ടി നശിപ്പിച്ചു കളയുന്ന യുവാക്കളുണ്ട്, യുവതികളുണ്ട്. എന്നാൽ മറുഭാഗത്തോ അതിനേക്കാളേറെ കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങി കുടുംബം നോക്കുന്ന മാന്യന്മാരായ യുവാക്കളുമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കളെ അനുസരിക്കുന്നു, അവന്റെ ദീനീ ചിട്ടയിൽ ജീവിക്കുന്നു, ദീനീപരമായ കാര്യത്തിൽ ഇടപെടുന്നു, അവന്റെ ഉദ്യോഗത്തിലേക്ക് എത്തുന്നു, പഠിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, ഉദ്യോഗത്തിലേക്ക് എത്തുന്നു, മാന്യമായൊരു വിവാഹബന്ധം ആലോചിക്കുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയോടെ വൈവാഹിക ബന്ധം ആരംഭിക്കുന്നു, ഭാര്യയോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കുന്നവനും. എന്നാൽ അതിന്റെ നേരെ മറുഭാഗത്ത് പഠനത്തിന് ശ്രദ്ധിക്കാതെ പടച്ചോനെ മറന്നുകൊണ്ട് ആരോടൊക്കെയോ എന്തൊക്കെയോ കുത്തിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും വൃത്തികേട് കാണിച്ചും ആഘോഷിച്ച് തീർത്ത് രാവാകുമ്പോൾ കഞ്ചിള്ളിലും കഞ്ചാവിലും ലഹരിയിലും മനസ്സും ശരീരവും കൊടുത്ത് ആരാന്റെ ബൈക്ക് കയറി രാത്രികാലത്ത് ചൂടുള്ള മന്തിയും പൊട്ടിത്തെറിച്ചതും തിന്ന് അവസാനം കിടക്കുന്ന കട്ടിലിൽ ആരോ ഇണചേരുന്ന പോൺ സൈറ്റുകൾ നോക്കി ഉറക്കമൊഴിഞ്ഞ് കണ്ടു തീർന്ന് കിടന്നുറങ്ങുന്നവനും അവസാനം പെണ്ണ് കെട്ടാൻ പെണ്ണ് കിട്ടാതാകുമ്പോ നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് എവിടുന്നോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുംബം നശിപ്പിക്കുന്നവനും രണ്ടും രണ്ടാ.
രണ്ടും രണ്ട് തന്നെയാ. അവിടെയാ യുവാക്കൾ ചിന്തിക്കേണ്ടത്. എന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകണം, എന്നെ ജനിപ്പിച്ച കുടുംബത്തിനും നാടിനും എന്റെ ആയുസ് കൊണ്ടൊരു ബലമുണ്ടാകണം. കാരണം വഅൻ ശബാബിക ഖബ്ല ഹറമിക, പടച്ച റബ്ബ് ചോദിക്കും, അല്ല നിനക്ക് തന്ന ആരോഗ്യത്തെക്കുറിച്ച്, നിനക്ക് തന്ന ജീവിതത്തിലെ സൗകര്യങ്ങളെക്കുറിച്ച്, സ്നേഹിക്കാൻ മാതാപിതാക്കളും ജീവിക്കാൻ ചുറ്റുപാടും കയറിക്കിടക്കാൻ ഒരു കൂരയും ഈ ലോകത്ത് പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ജീവിക്കുമെന്നുറപ്പില്ലാതെ മറ്റുള്ളവന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ സ്വന്തം നെഞ്ച് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നവനും ഒട്ടകം കാഷ്ടിക്കുന്ന ചാണകം വാരിത്തുന്ന യുവാക്കളും പടച്ച റബ്ബിന്റെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ തിരിച്ചറിവോടുകൂടി അവനവന്റെ വ്യക്തിത്വവും അവനവന്റെ സ്വഭാവവും നന്നാക്കുമ്പോ ഒരുപക്ഷെ നാട്ടിലെ മറ്റലതറിച്ചവർക്കിടയിൽ മൊണ്ണൻ എന്ന പേരുണ്ടെങ്കിലും പടച്ചോന്റെ കണ്ണിൽ അള്ള ഏറെ ബഹുമാനിക്കുന്നത് അത്തരത്തിലുള്ള യൗവനങ്ങളെയാണ് എന്നും അവർ മാന്യന്മാരാണെന്നും അവരെ സമൂഹത്തിന്റെ മുഖ്യധാര പള്ളി രംഗത്തേക്ക് പോലും അത്തരക്കാരെ കൊണ്ടുവരണമെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം വഅൻ മാലിഹി, നിങ്ങളുടെ പണം, ആ പണം മിൻ ഐന ഇക്തസബഹു, അതെവിടെ നിന്നൊക്കെ വന്നു, ഏതൊക്കെ വഴിക്കുങ്ങളെ മുതൽ വന്നിട്ടുണ്ട്. അതൊരു ഉറുപ്പ്യായാലും ശരി, ഒരു കോടി രൂപയാണെങ്കിലും ശരി. വഫീമ അൻഫഖഹു, ഇന്ന് പൊതുവേ ഉള്ളൊരു ധാരണ മുതലെങ്ങനെ ഉണ്ടാക്കാം, ആ മുതലെങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ചെലവാക്കുന്നത് നമ്മളെ സൗകര്യത്തിന് മതി എന്നൊരു തോന്നലുണ്ട്. ചെലവാക്കുന്നതും പടച്ചോൻ ചോദിക്കും വഫീമ അൻഫഖഹു, എവിടെ നിന്നൊക്കെ നിങ്ങളത് സമ്പാദിച്ചു, എവിടേക്കൊക്കെ നിങ്ങൾ ചെലവാക്കി എന്ന്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണം ഒരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ആ സമൂഹത്തിന്റെ ഭദ്രത പോലും കോട്ടം തട്ടാനുള്ള കാരണം അടുക്കള രഹസ്യങ്ങളും കിടപ്പറ രംഗങ്ങളും ഇണചേരുന്ന ഭാഗങ്ങളും പരസ്യമായി ആളുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ചിന്തിച്ചു നോക്കൂ, ഇക്കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസർ എന്ന് പേര് വിളിക്കുന്ന പലരും പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇങ്ങനെ ഉടുക്കാനുള്ള കാരണം എന്റെ ഈ ഉടുത്തം ഇഷ്ടപ്പെടുന്ന കുറെ ഞരമ്പ് രോഗികളുണ്ട്, അവരത് കാണട്ടെ, അവര് കണ്ടാലും തെറിക്കമന്റ് എഴുതിയാലും നിന്റെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്ന് ചിന്തിക്കുന്ന ആർത്തിമൂർത്ത ധൂർത്ത മനസ്സുമായി ജീവിക്കുന്നവർ ഇന്ന് ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് തന്നെയാ എന്തെന്ന് പോലും അറിയാത്ത ഭക്ഷണത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തെരുവിലിറങ്ങി നട്ടപ്പാതിര നേരത്ത് മൂക്കുമുട്ട വലിച്ചു കയറ്റി അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ കണ്ടതിന്റെ പങ്ക് പറ്റാൻ കാത്തിരിക്കുമ്പോ ആർത്തി ആ മനുഷ്യന് പണത്തോട്, ലഹരി ആ മനുഷ്യന് പണത്തോട്. അതെവിടെ എത്തിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാ ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പന്തൽ പണി എന്ന വ്യാജേന ഒരു ഷോപ്പിൽ കയറി ചെന്ന് വാടകക്കെടുത്ത സാധനം മറ്റൊരു ഷോപ്പിൽ കൊണ്ടുപോയി മറച്ചു വിറ്റ കഥയും ഈ കേരളം നമ്മളെ കാണിച്ചു തന്നു. ഉടുത്തുണി അയച്ചാലേ തന്റെ വരുമാനം കൂടൂ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാ ലിബറലിസം, അത് തന്നെയാ സമൂഹത്തിന്റെ ഭദ്രതക്ക് കോട്ടം വരുത്തുന്നത്, കുടുംബം നശിക്കുന്നത്. അവിടെ സമ്പത്തുകൾ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരവസ്ഥ വരുമ്പോ പടച്ച റബ്ബ് ചോദിക്കും ഓരോ രൂപയും എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്ന്. പലരും ഇത് പറയുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. പല ഉലമാക്കളും യൂട്യൂബുകളിലില്ലേ, ആ ഉലമാക്കളിൽ തന്നെ രേഖപ്പെടുത്തി ഒരു പ്രസംഗത്തിന്റെ തൊട്ടു മുൻപ് വരുന്നത് റമ്മിയുടെ പരസ്യമാണെങ്കിൽ, സിനിമയുടെ പരസ്യമാണെങ്കിൽ അതൊരിക്കലും ഹലാലല്ല. കാരണം പ്രസംഗിക്കുന്നവൻ എന്ത് പ്രസംഗിക്കുമ്പോഴും അതിന്റെ മൂർധാവിൽ വരുന്നത് റമ്മിയും ഇത്തരത്തിലുള്ള അവിവേകവുമാണെങ്കിൽ യൂട്യൂബ് വരുമാനം പോലും ഒരു കുടുംബത്തിന് ഹലാലല്ലെന്ന് അറിവുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലല്ല. അതെന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും വിവരക്കേടുകൾ കാണിച്ചിട്ടാണെങ്കിലും ഇന്ന് എളുപ്പം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ആളുകൾ അതിനെ കണ്ടു തുടങ്ങി. അത് ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റുകൾ ഇറങ്ങാനും തുടങ്ങി. ഭാര്യമാർക്ക് വീട്ടിലിരുന്ന് 5000 സമ്പാദിക്കാം, ചെറിയ വീഡിയോകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ തുടങ്ങി ധൂർത്തമൊത്ത മനുഷ്യന്റെ ആർത്തിയുള്ള ലോകത്ത് എല്ലാ കാര്യവും 2 വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം കിട്ടണം. അതാരെ കൊന്നിട്ടാണെങ്കിലും ആരെ ചതിച്ചിട്ടാണെങ്കിലും സ്വന്തം ചോരനോടാണെങ്കിലും ലാഭം കിട്ടിയാലേ മുന്നോട്ടുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നാശമാ, ദുനിയാവിന്റെ നാശമാ, ബന്ധങ്ങളുടെ നാശമാ. ആഖിറത്തിൽ അള്ളാഹു ചോദിക്കുമെന്ന ബോധമുണ്ടെങ്കിൽ ഒരു രൂപയും മറ്റൊരുത്തന്റെ കണ്ണ് നിറയിച്ചിട്ടുണ്ടാക്കാൻ പാടില്ല. ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെയൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. 6 അടി മണ്ണിലേക്ക് വെച്ച് കുടുംബക്കാര് തിരിച്ചു പോന്നാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്ക, ഒന്നിനും ഉത്തരം പറയാതെ, ചെറുതും വലുതുമായ സർവ്വതിനും ഉത്തരം പറയാതെ ഒരടി, അവൻ എത്ര നിസ്കാരത്താമ്പുള്ളവനാണെങ്കിലും
അവൻ എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും, അവൻ എത്ര പകലുകൾ റമളാനിൽ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിലും, 1000 കിറ്റുകൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഉത്തരം പറയാതെ കാലിന്റെ മടമ്പ് അനക്കാൻ പോലും പടച്ചറബ് അവസരം നൽകുകയില്ല. ആ പ്രതീക്ഷയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭംഗി. ആ തിരിച്ചറിവോടുകൂടി ചോദ്യങ്ങളെ ജീവിതത്തിൽ ഉത്തരങ്ങളാക്കി മാറ്റുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു ചോദ്യം വഅൻ ഇൽമിഹി, നമ്മൾ നേടിയ അറിവുകളും നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളും, മാതാ അമില ഫീഹി, അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതും അള്ളാഹുവിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളൊരു വിഷയമാണ്. നമ്മൾ ഒരുപാട് കേൾക്കുക, പഠിക്കുക എന്നുള്ളതിന്റെ അപ്പുറം ആ കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്ത, കുത്തിയൊലിച്ചു പോയ ഒരു പ്രദേശത്തെ സഹായിക്കാൻ വേണ്ടി അന്ന് ഒരു സാധുവായ മനുഷ്യൻ മനസ്സിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടും പറഞ്ഞതായിരുന്നു, 100 കട്ടിലുകൾ ഞാൻ ആ പ്രളയം ബാധിച്ച ഭാഗത്തേക്ക് കൊടുക്കുമെന്ന്. ഒരു വർഷത്തിന്റെ ഇപ്പുറം പ്രളയം ബാധിച്ച പ്രദേശത്തേക്കുള്ള 100 കട്ടിലുകൾ അവനവന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം വിറ്റ് ആ സാധുവായ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടും കൊടുക്കേണ്ട വീടുകൾ പോലും ഇന്ന് ആ പ്രളയ പ്രദേശത്തുണ്ടായി തീർന്നിട്ടില്ല. ഈ മനുഷ്യനെ എന്തിനത് പ്രേരിപ്പിച്ചു എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, എന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പം വയറ് നിറച്ച് ഭക്ഷിക്കാൻ പാടില്ലെന്നും, മക്കയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയപ്പോൾ പുതപ്പ്, കമ്പിളി പുതപ്പ് പകുതി കീറി സ്വദേശം വെടിഞ്ഞു വന്നവർക്കും കൊടുത്ത ചരിത്രവും വിശ്വാസവുമാണ് എന്റെ വിശ്വാസം. ആ അറിവ് എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ അറിവിനനുസരിച്ചിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു അറിവും നമ്മളുടെ അറിവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇന്ന് സംഭവിക്കാറുള്ളത് എന്താന്ന് ചോദിച്ച, ഓട്ടോയിൽ മറന്നുവെച്ച 50,000 രൂപയും അനുബന്ധ രേഖകളും ഓട്ടോക്കാരൻ തിരിച്ചു കൊടുത്ത് മാതൃകയായി എന്ന് പറയുമ്പോൾ ചിലരേക്കും ആ പേര് ചെയ്തെടുത്തവൻ ഒരു മുസ്ലിം അല്ലേ? നമ്മളാ കൂട്ടരെ അങ്ങനെ ചെയ്യൂ, നമ്മളാ കൂട്ടരെ അങ്ങനെ ചെയ്യൂ എന്നുള്ളത് ഒരു പ്രത്യേക വാർത്തയാകുന്നത് എന്തുകൊണ്ടാ? നമ്മളാ കൂട്ടരിലുള്ളവരിൽ അപൂർവം ചിലരെ ചെയ്യൂ. അതിന്റെ അർത്ഥം ചെയ്ത ഓട്ടോക്കാരനെ മോശാക്കുക എന്നുള്ളതല്ല. അതിനേക്കാളും നന്മ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട, കൽപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മളെങ്കിൽ നമുക്കതിനുള്ള അവസരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും മറ്റൊരാൾ സഹായിക്കാനുള്ള മനസ്സും ഇല്ലാണ്ടാകുമ്പോഴാണ് അത് ചെയ്യുന്നവനൊരു വലിയ വാർത്തയായി മാറുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹജീവി സ്നേഹവും കാരുണ്യവും അതിനേക്കാളേറെ അവൻ പഠിച്ച എന്തും മറ്റൊരാൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോഴാണ് നാളെ പടച്ചോന്റെ അടുത്ത് അതറിഞ്ഞ പഠിച്ച ആ വ്യക്തി അള്ളാന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടുക. അല്ലാതെ എനിക്ക് കുറെ ഇൽമുണ്ടായിരുന്നു റബ്ബേ, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കുത്തുബയ്ക്കായിരുന്നു റബ്ബേ, ഒഴിവിട്ടുമ്പോഴൊക്കെ ഞാൻ യൂട്യൂബിൽ പരിധിയായിരുന്നു റബ്ബേ, ഞാൻ എല്ലാ ഖുർആൻ ക്ലാസ്സിലും നാട്ടിലുള്ളതിന് പങ്കെടുത്തിട്ടുണ്ട് റബ്ബേ എന്നുള്ളത് ഒരുപക്ഷെ നാട്ടിൽ ചില വിലയുണ്ടാക്കാൻ സാധിക്കും. ഫുള്ള് ഖുർആൻ ക്ലാസ് പോകുന്നവനാ, ഓൻ പറ്റിക്കൂല എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാക്കും. പടച്ചോന്റെ അടുത്ത് വിലയുണ്ടാകുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അത് കൊണ്ടുവരുമ്പോഴാണ്. അതില്ലെങ്കിൽ നമ്മൾ നേടിയ അറിവുകളെല്ലാം പടച്ചോന്റെ അടുത്ത് നമുക്ക് വലിയ തിരിഞ്ഞുകൊത്തലുകളായി മാറുന്ന ഒരു അവസരം വരും. അതില്ലാതിരിക്കാൻ നേടുന്ന അറിവുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും റബ്ബെ നീ കാരുണ്യം കാണിക്കണമേ.
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവേ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. എല്ലാം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടുകൂടി ഈമാനോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സഹോദരി അടക്കം ഓരോരുത്തരുടെ ഖബറിൽ ചോദ്യങ്ങൾ എളുപ്പമാക്കുകയും സ്വർഗത്തിന്റെ കവാടം ഖബറിലേക്ക് തുറന്ന് ഓരോ ഖബറാളികളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി നിന്റെ ദീനിനു വേണ്ടി ആഖിറത്തിനു വേണ്ടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. കടബാധ്യതകളിലും ഹറാമായ ലോണ് പോലെയുള്ള വിഷയത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാഥ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ നിലക്ക് എല്ലാ കടങ്ങളും എളുപ്പം വീട്ടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് നിന്റെ കാവലും കരുണയും കൊണ്ട് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.